എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം അവിയലുകളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം തയ്യാറാക്കുന്നത് ചുരക്കയും ചേമ്പും മുരിങ്ങക്കായും ഉണക്കമീനും എല്ലാം കൂടി ഇട്ട് തയ്യാറാക്കിയിട്ടുള്ള അവിയലാണ്. അപ്പോൾ ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇത്രയും കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചുരക്കയും, ഒരു 3 മുരിങ്ങക്കയും, അതുപോലെ തന്നെ 2 കഷ്ണം ചേമ്പും. അപ്പോൾ ഇതെല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അവിയലിൻ്റെ പീസസായിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ചുരയ്ക്ക് ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറയ്ക്കേണ്ട, ഒരുപാട് വേവൊന്നും ഇല്ലാത്തതല്ലേ, അപ്പം ചേമ്പിൻ്റെ കൂടെ ഇട്ട് തന്നെ വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ചുരക്കയെല്ലാം മുറിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ ചേമ്പും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം കനം കുറച്ചൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. പിന്നീട് ഇതേപോലെ നീളത്തിൽ അവിയലിൻ്റെ വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതും മാറ്റി വയ്ക്കാം. ഇനി മുറിച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുരിങ്ങക്ക കഴുകിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതേപോലെ ഒന്ന് നടുവേ ഒന്ന് പിളർത്തിയിട്ട് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുരിങ്ങയ്ക്കയും കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ആ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ഉണക്കമത്തി കഴുകി മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും 3-4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ആവി കയറി വരണം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഏകദേശമൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. കാരണം ചേമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇരുന്ന് ഒരുപാടങ്ങ് തിക്കായി പോകും. അപ്പം കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഇത് ഇളക്കി ഇറക്കാൻ വേണ്ടി. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. താളിച്ചൊഴിക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള അവിയൽ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചേമ്പും മുരിങ്ങയ്ക്കയും ചുരക്കയും ഉണക്കമീനും എല്ലാം കൂടി ചേർത്ത് അവിയൽ തയ്യാറാക്കി നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ അവിയൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അടുത്തത് പച്ച ചാളയും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള അവിയലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ക്യാരറ്റ്, ഒരു പകുതി നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും 2 മുരിങ്ങയ്ക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ആദ്യം. പിന്നീട് നീളത്തിൽ മുറിച്ചെടുക്കാനാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് കനം കുറച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നീട് ഓരോ കഷ്ണവും ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉരുളക്കിഴങ്ങെല്ലാം മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം. ഇനി ക്യാരറ്റും അതേപോലെ തന്നെ നീളത്തിലൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നീട് അതും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് മുറിച്ചതുപോലെ തന്നെ നീളത്തിൽ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇനി നേന്ത്രക്കായ അതേപോലെ തന്നെ നീളത്തിൽ മുറിച്ചെടുക്കണം. കനം കുറച്ച് ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്ക നീളത്തിൽ തന്നെ മുറിച്ചിട്ട് നടുവേ ഒന്ന് പിളർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചാള മീനാണ്. അപ്പം കുറച്ച് അധികം വേണം. കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ചാളമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അരപ്പിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി വേണം, അതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. അരപ്പ് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് കഷ്ണങ്ങളുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2-3 ഉണ്ടമുളകും കൂടി കീറി ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി യോജിപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ചതച്ച് വെച്ചിരുന്ന അരപ്പ് കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണം. അതുപോലെ നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ മതിയാകും. വെള്ളം വളരെ കുറച്ച് മതിയാകും. ഈ ഒരു രീതിയിൽ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അപ്പോൾ വെള്ളം കുടഞ്ഞു കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാകും. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി മൂടി വയ്ക്കാം. നമ്മൾ വെള്ളം കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത വെളിച്ചെണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പം നല്ല കിടിലൻ ടേസ്റ്റാണ്. ചാളമീനും പച്ചക്കറിയും കൂടി ചേർത്ത് ഈ ഒരു അവിയൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് പച്ചക്കറി മാത്രം വെച്ചിട്ടുള്ള അവിയലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു ചേമ്പ്, ഒരു 3-4 വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ഒരു സവാളയുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. നേന്ത്രക്കായുടെ തൊലി ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല. കുറച്ച് തൊലി അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ നേന്ത്രക്കായ എടുത്ത് 3ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. പിന്നീട് കനം കുറച്ച് ഈ ഒരു രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം. അവിയലിന് കഷ്ണങ്ങൾ അരിയുമ്പോൾ ഈ ഒരു രീതിയിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ നേന്ത്രക്കായ എല്ലാം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് കായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ഈ ഒരു രീതിയിൽ നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ നേരത്തെ കായ അരിഞ്ഞ പോലെ തന്നെ കനം കുറച്ച് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം കഷ്ണങ്ങൾ വേണം അവിയലിന് വേണ്ടി. അപ്പോൾ ഇതേപോലെ ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും അതേപോലെ നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ ക്യാരറ്റും പിന്നെ നേന്ത്രക്കായൊക്കെ അരിഞ്ഞ ആ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഉരുളക്കിഴങ്ങൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉരുളക്കിഴങ്ങ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി എടുത്ത് വെച്ചിരുന്ന ചേമ്പുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. എല്ലാം നമ്മൾ അരിയുമ്പോൾ ഒരേ വലുപ്പത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എടുത്ത് വെച്ചിരുന്ന ചേമ്പും അതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള ഇതേപോലെ 2ആയിട്ട് മുറിച്ചതിന് ശേഷം സ്ലൈസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സവാളയും അരിഞ്ഞെടുക്കാം. ഇനി ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയുണ്ട്. അതൊരു 3-4 വെണ്ടയ്ക്കയുള്ളൂ. നമുക്ക് അവിയലിൻ്റെ ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. അത് ഏറ്റവും അടിയിലായിട്ട് കായ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം തോനെയുള്ള കഷ്ണങ്ങൾ അടിയിലിട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തായിട്ട് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് വേണ്ടി 2-3 പച്ചമുളക് ഇതേപോലെ കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക്
പുളിക്ക് കുറച്ചൊരു 4-5 കഷ്ണം പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതിയാകും. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അരപ്പിന് കുറച്ച് മതിയാകും. അത് ഈ ഒരു രീതിയിൽ അരപ്പൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അടുപ്പിൽ വെച്ചിരുന്ന കഷ്ണങ്ങൾ തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് ഇതേപോലെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കഷ്ണങ്ങളൊക്കെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ച് ആ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഒരു ലേശം വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ചട്ടി മൂടി വെച്ച് നന്നായിട്ട് കഷ്ണങ്ങൾ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേരുമ്പോൾ അവിയലിന് നല്ലൊരു കൊഴുപ്പാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചേർത്ത തൈര് എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് വറുത്ത് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇത് അവിയൽ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ അവിയൽ മാത്രം മതിയാകും കഴിക്കാൻ വേണ്ടി. തൈരിൻ്റെയും മാങ്ങയുടെയൊക്കെ ചെറിയ പുളിയും കൂടെയൊക്കെ ചേർക്കുമ്പോൾ അവിയൽ നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.